ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ലേസി ഡേസിയും ബുളിയൻ നോട്ടും കാണിച്ചിരുന്നു. ഇനി നമുക്ക് ലേസി ഡേസിയും ബുളിയൻ നോട്ടും കൂടെ ഒരുമിച്ച് എങ്ങനെ ഒരു പൂവിൽ തയ്ക്കാം എന്നുള്ളത് ഇന്ന് കാണാം. അതിനു മുമ്പായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും അവരവരുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ലേസി ഡേസി ബുളിയൻ നോട്ട് തയ്ക്കാനായിട്ടൊരു ഫ്ലവറും കുറച്ച് ലീവ്സും ബഡ്സൊക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ആങ്കറിൻ്റെ ത്രെഡ് ഞാൻ ഉപയോഗിക്കുന്ന 6 സ്ട്രാൻഡ്സും ഉണ്ട്. ലേസി ഡേസി തയ്ക്കുന്ന മാതിരി ഇങ്ങനെ ഇത് വലിച്ചെടുക്കണ്ട. ലേസി ഡേസിനെ പോലെ ഇത് ഇങ്ങനെ വയ്ക്കുക, അടിയിൽ കൂടെ കൊണ്ടുവരിക, അടിയിൽ കൂടെ എടുത്തിട്ട് പിന്നെ ബൂളിയൻ നോട്ട് ചെയ്യണവരെ ചുറ്റുക. ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ 4 ചുറ്റാണ് ചുറ്റിയേക്കണേ. ഇനി ഇത് വലിച്ചെടുക്കുക. ഇതാണ് മറ്റേ താത്ത്. ഇതാണ് ലേസി ഡേസി ബൂളിയൻ നോട്ട്. ഇപ്പോൾ ലേസി ഡേസി ഉണ്ട്, ബൂളിയനും ഉണ്ട്. ഇങ്ങനെ ഫുൾ ഫ്ലവേഴ്സ് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അടുത്ത പെറ്റിൽ നമുക്ക് തയ്ക്കാം. അടുത്ത പെറ്റിൽ അതുപോലെ തന്നെ എടുക്കുക. സൂചി വലിച്ചെടുക്കരുത്. ലേസി ഡേസി പോലെ താഴത്തേക്കൂടെ എടുത്തിട്ട് പിന്നെ സൂചിയിൽ ചുറ്റുക. എത്ര ആദ്യത്തേൽ ചുറ്റി അത്ര തന്നെ അടുത്തേലും ചുറ്റാൻ ഓർത്തിരിക്കണം. എല്ലാത്തിനും വേറെ വേറെ നമ്പർ എടുക്കരുത്. അപ്പം പെറ്റലിൻ്റെ സൈസ് മാറി മാറി പോകും. ഇങ്ങനെ വരും. ലേസി ഡേസി ബൂളിയൻ നോട്ടിൻ്റെ പെറ്റൽ ഇങ്ങനെ വരും. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് പൂ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഈ പൂവിൻ്റെ പെറ്റലെല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ലേസി ഡേസി ബൂളിയൻ നോട്ട് വെച്ച് നമ്മൾ ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞു. ഞാൻ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ലീഫ്, ഫിഷ് ബോണും സ്റ്റെം സ്റ്റിച്ചുമാണ് തയ്ച്ചേക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് നോട്ടും ഫിഷ് ബോണും സ്റ്റെം സ്റ്റിച്ചും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ നോക്കി കണ്ടു പഠിച്ചിട്ട് ഇതുവരെ പൂ തയ്ക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലേസി ഡേസി ബൂളിയൻ നോട്ട് വെച്ച് നമ്മൾ പൂ തയ്ച്ചു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. റാണി പിങ്ക് കളറും നടുക്ക ക്രീം കളറും കൂടെ വന്നപ്പം ആ ഗ്രീനും എല്ലാം കൂടെ ആയപ്പോൾ നല്ല കളർ കോമ്പിനേഷനും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ സാരിയിലോ ചുരിദാറിലോ തയ്ക്കണമെങ്കിൽ കോൺട്രാസ്റ്റ് കളേഴ്സ് ഇട്ട് തയ്ച്ചാൽ നല്ല എടുത്ത് നിൽക്കുകയും ചെയ്യും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.